ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം, ഇതൊരു മെമ്മറി ക്രിയേഷൻ അല്ലേ? നമ്മൾ ഒരു പിക്ചർ വരച്ച് അത് ഫ്രെയിം ചെയ്ത് കുറേ കാലം നമ്മൾ സൂക്ഷിക്കില്ലേ? അങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുറേ കഥകൾ പഴയ ചെറിയ ചെറിയ സമയത്തുണ്ടായി നമ്മളെ ചില കുസൃതികളും നമ്മളെ നഷ്ടങ്ങളും ഒക്കെ കഥകളൊക്കെ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഒരു ഹസ്ബൻഡ് എന്നല്ല, എനിക്ക് ആകെ ഒരു ഹസ്ബൻഡേ ഉള്ളൂ. ആ ഒരു ഹസ്ബൻഡിന്റെ ഒരു കഥ ഞാനിങ്ങനെ ഓർക്കുകയാണ്. പുള്ളിയുടെ ചെറുപ്പത്തിൽ നടന്ന ഒരു രസകരമായ ഒരു കഥയാണ്. പുള്ളിക്ക് അന്ന് സമയത്ത് വെച്ചാൽ ഒരു 90 സമയത്തൊക്കെ, 92 ആ സമയത്തൊക്കെ നമുക്ക് ഒരു 5 സ്റ്റാർ ഒക്കെ കിട്ടുക, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ചോക്ലേറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലക്ഷറി തിങ്. അത് നോറ്റ് പുള്ളിക്ക് ഒരു ചോക്ലേറ്റ് കിട്ടി. വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോ ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്നു. പുള്ളി ആ സമയത്തൊന്നും അത് പൊളിച്ച് തിന്നതൊന്നുമില്ല. പുള്ളി വേഗം പുള്ളിയുടെ അടുത്തുള്ള എപ്പോഴും കളിക്കുന്ന ഗ്രൗണ്ടിന്റെ അടുത്തോട്ട് പോയി. അവിടെ പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു മരമുണ്ട്. ആ മരത്തിന്റെ മുകളിൽ കയറി നല്ല കളിയൊക്കെ ആസ്വദിച്ച് മെല്ലെ പോക്കറ്റിൽ നിന്ന് ചോക്ലേറ്റ് ഒക്കെ എടുത്ത്, അതിന്റെ കളറൊക്കെ നല്ല യെല്ലോ ഗോൾഡൻ കളറല്ലേ, അപ്പൊ അതൊക്കെ എടുത്തൊന്ന് നോക്കി, നല്ല സന്തോഷം തന്നെ സന്തോഷം. അപ്പൊ അതിന്റെ ഒരു കടി കടിക്കാം, അത് തിന്ന് തീർക്കണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനിലൂടെ പുള്ളി അത് ഓപ്പൺ ചെയ്ത് ഒരു കടി കടിച്ചതേ പുള്ളിക്ക് ഓർമ്മയാണ്. സംഗതി നിലത്ത് ശടപടയെന്ന് പറഞ്ഞ് വീണു. താഴെയാണെ നല്ലൊരു കുറ്റിക്കാടാ. അപ്പം അതിൽ ഒരു തരത്തിൽ തപ്പിയാൽ കിട്ടില്ല. പുള്ളി പെട്ടെന്ന് എന്നാലും ഇറങ്ങി തപ്പാൻ തുടങ്ങി. പക്ഷെ ഒരു തരത്തിൽ സാധനം കിട്ടില്ല. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരു കഥാനായകനുണ്ട്. മൂപ്പരാണ് നമ്മളെ കഥയിലെ ട്വിസ്റ്റ്. മൂപ്പർ കാര്യമായിട്ട് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പോയി ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താ നിങ്ങൾ തപ്പുന്നത്? അങ്ങനെ ഞാൻ വെറുതെ പറയട്ടോ, ഒരു കുട്ടിയാണ്, 2 വയസ്സ് മൂത്തൊരു കുട്ടി. അപ്പൊ എന്താ തപ്പുന്നത്? അപ്പം ഹസ്ബൻഡ് പറയാ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പുള്ളിക്ക് കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പുള്ളി എന്ത് ചെയ്ത് ഗ്രൗണ്ടിന്റെ ഒരു സൈഡിലേക്ക് ഒതുങ്ങിന്നു. കളിയൊക്കെ ഒന്ന് തീർന്ന് നല്ല സമാധാനത്തോടെ പോയി ഒന്നുകൂടി തപ്പാന്നുള്ളത്. അങ്ങനെ വീണ്ടും കളിയൊക്കെ കഴിഞ്ഞ് പുള്ളി തപ്പാൻ പോയപ്പോ കണ്ട കാഴ്ച എന്താ? ഈ ചേട്ടൻ അങ്ങ് കിടന്ന് തപ്പുക. പുള്ളിക്ക് എന്റെ ഹസ്ബൻഡിനെക്കാട്ടും വലിയ കൊതി, ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. പുള്ളി ആത്മാർത്ഥമായി തപ്പ. പിന്നെ എന്തേലും പറയണോ? ആർക്കും പക്ഷെ ചോക്ലേറ്റ് ഒന്നും കിട്ടില്ല. പക്ഷെ ഈ ഒരു കഥ ഇപ്പോഴും പുള്ളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്റ്റോറിയാണ്. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനത്തെ എന്തെങ്കിലും രസകരമായതോ അല്ലെങ്കിൽ സങ്കടം ഉണ്ടാക്കിയോ എന്ത് സ്റ്റോറി ആയിക്കോട്ടെ, അതിൽ ബെസ്റ്റ് സ്റ്റോറി നമ്മൾ അടുത്ത വരേണ്ട ഒരു സ്റ്റോറി ആയി മാറും. നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ യു നെക്സ്റ്റ് ടൈം.